ഇന്നത്തെ മത്സരം മെസ്സി കളിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സി ഹാട്രിക് അടിക്കുന്നു, അത് വേറെ കാര്യം. ഈ ഒരു മത്സരത്തെ പറ്റി ഒരു കാര്യം എനിക്ക് പറയണം. നല്ല മത്സരമായിരുന്നു കാണികളെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിടില മത്സരം. 10 ഗോളുകൾ, ഒരു ടീം 6, ഒരു ടീം 4. അതിൽ തന്നെ ഒരുപാട് അടിപൊളി ഗോളുകൾ നമുക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കിടില മത്സരമാണ്. പക്ഷേ സത്യത്തിൽ ഒരു വേൾഡ് കപ്പിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മത്സരം അടിപൊളി മത്സരമായിരുന്നോ, അതോ ഒരു ഫ്രണ്ട്ലി മാച്ച് മാതിരി തോന്നിയോ? സത്യം പറയല്ലോ, എനിക്ക് ഒരു ഫ്രണ്ട്ലി മാച്ച് മാതിരി തോന്നി. രണ്ട് ടീമും ഒരു പ്രഷറും ഇല്ലാതെ ഓൾ ഔട്ട് അറ്റാക്ക് നടത്തുക. ഒന്ന് അടിച്ചാൽ രണ്ടാമത്തെ അടിക്കാൻ നോക്കുക, രണ്ട് കുടുങ്ങിയാൽ മൂന്നാമത്തെ അടിക്കാൻ നോക്കുക. ഈ ഒരു മൈൻഡിൽ രണ്ട് ടീമും കളിച്ചത്. ഓൾറെഡി കോച്ചുമാർ പറഞ്ഞതാണ്, ഈ ലൂസേഴ്സ് ഫൈനൽ കളിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ ഫൈനലിന് വേണ്ടി വന്നതാണ്, കപ്പടിക്കാൻ വന്നതാണ്. പിന്നെ കളിക്കണം എന്നത് റൂളാണ്, നിർബന്ധമായതുകൊണ്ട് കളിക്കുന്നു എന്ന്. അതുപോലെ തന്നെ ഗ്രൗണ്ടിലും കണ്ടത്. എന്താ പറയുക, ഒരു പ്രഷറും ഇല്ലാതെ എന്തൊക്കെയോ കാട്ടാം. ഇപ്പോൾ ഫ്രാൻസിൻ്റെ കൈമിൽ ബോൾ ഉണ്ടാകുമ്പോൾ ഇംഗ്ലണ്ട് എടുക്കാൻ പോവില്ല. ഫ്രാൻസ് ഗോൾ അടിച്ചിട്ടാണ് ബോൾ ഇംഗ്ലണ്ടിന് കിട്ടുക, അല്ലെങ്കിൽ ഫ്രാൻസ് പുറത്തേക്ക് അടിച്ചിട്ട് കിട്ടുക. സെയിം ഇംഗ്ലണ്ടിലെ ബോൾ ഉണ്ടാകുമ്പോൾ ഫ്രാൻസ് എടുക്കാൻ പോവില്ല. ഇംഗ്ലണ്ട് ഗോൾ അടിച്ചിട്ട് ഫ്രാൻസിന് ബോൾ കൊടുക്കുക, അല്ലെങ്കിൽ ഷോട്ട് പുറത്തേക്ക് അടിച്ചിട്ട് കൊടുക്കുക. ഈ രീതിയാണ് കളി നടന്നത്. ഓരോ ടീം അറ്റാക്ക് ചെയ്യുമ്പോൾ എത്ര സ്പേസാണ്. ഇപ്പോൾ ഇംഗ്ലണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഫ്രാൻസിൻ്റെ ബോക്സിൽ ഫുൾ സ്പേസ് ഇംഗ്ലണ്ടിന്, ഫ്രാൻസ് അറ്റാക്ക് ചെയ്യുമ്പോൾ നേരെ തിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ ലൂസേഴ്സ് ഫൈനലിൻ്റെ സ്റ്റാറ്റ്സ് മെയിൻ സ്റ്റാറ്റിൽ കൂട്ടരുത് വേൾഡ് കപ്പിൻ്റെ. കാരണം വേൾഡ് കപ്പിൻ്റെ ഓരോ മത്സരവും ഓരോ ടീമും ജീവൻ പണയം വെച്ച് കളിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത സ്റ്റാറ്റ്സ് ആയിരിക്കും. ഗോൾഡൻ ബൂട്ടായാലും ഗോൾഡൻ ഗ്ലവ് ആയാലും അസിസ്റ്റ് ആയാലും എല്ലാം. പക്ഷേ ഈ ഒരു ലൂസേഴ്സ് ഫൈനലിൽ ഒറ്റ മത്സരം കൂടെ ഒക്കെ ഇല്ലാതാവും. കാരണം ഈ മത്സരത്തിൽ മരിച്ച് കളിക്കേണ്ട, ഒരു പ്രഷറും ഇല്ല. അപ്പോൾ ഇതുപോലത്തെ 10ഉം കുറേ ഗോളുകളൊക്കെ വരും. അപ്പോൾ ഇതിലിപ്പോൾ നഷ്ടം വന്നത് മെസ്സിക്കാണ്, ഗോൾഡൻ ബൂട്ട്. മെസ്സിക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ആരും ഒന്നും പറയൂല, മെസ്സിക്കല്ലേ. പക്ഷേ ഇതൊന്നും ആലോചിച്ച് നോക്ക്, ഇതിപ്പോൾ ഇന്ന് മെസ്സി, അടുത്ത പ്രാവശ്യം വേറെ ആരെങ്കിലുമൊക്കെ ആകാം. പിന്നെ ഈ കെയ്നും ബെല്ലിങ്ങാമും ഫസ്റ്റ് 11 ഇറങ്ങിക്കണമെങ്കിലുള്ള സീനൊന്നും ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ആയിരുന്നു കളിയെങ്കിൽ ചിലപ്പോൾ മെസ്സിയുടെ 8 ഗോള് കെയ്നും മറികടക്കലും, ചിലപ്പോൾ ബെല്ലിങ്ങാമും മറികടക്കലും. അപ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ പോലെ ഈ ലൂസേഴ്സ് ഫൈനൽ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടടിച്ച ഗോൾസിനും അസിസ്റ്റിനും വില ഇല്ലാതാകും ഓവറോൾ സ്റ്റാറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലത്തെ മത്സരങ്ങളാണെന്നുണ്ടോ, 3ാം സ്ഥാനം എന്തായാലും വേണമല്ലോ, അതിന് മത്സരമാണെന്നുണ്ടോ. പക്ഷേ ഈ ഒരു ലൂസേഴ്സ് ഫൈനലിനെ സ്റ്റാറ്റ്സിൽ ഉൾപ്പെടുത്തരുത്. അതായത് ഗോൾഡൻ ബൂട്ടിൻ്റെ കണക്കിലോ അല്ലെങ്കിൽ ഒരു കണക്കിലും ഉൾപ്പെടുത്തരുത്തേക്ക് ഒരു മാച്ച്. അതാകുമ്പോൾ പിന്നെ ഒരു എന്ത് ഫ്രണ്ട്ലി മാതിരി കളിച്ചാലും രണ്ട് ടീം 8 ഗോൾ വീതം അടിച്ചാലും ആർക്കും പ്രശ്നമില്ല. കാണുന്ന നമ്മളും ഹാപ്പി, എല്ലും ഹാപ്പി. ഇതെന്താ, ബാക്കി സ്റ്റാറ്റ് കീപ്പ് ചെയ്തവർക്ക് ഈ മത്സരം കാണുമ്പോൾ ഹാപ്പി ഉണ്ടാവില്ല. സത്യമല്ലേ, ആർക്കും ഹാപ്പി ഉണ്ടാവുക? അർജൻറ്റീന മനസ്സിലൊന്നും മത്സരം വലിയ ഹാപ്പി ഉണ്ടാവില്ല. അതാണ് ഈ ഒരു റൂളിൻ്റെ നെഗറ്റീവ്. ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിപ്പോൾ ലൂസേഴ്സ് ഫൈനൽ സ്റ്റാറ്റ്സിൽ കൂട്ടണത്.